ഹലോ കൂട്ടുകാരെ, ഹോമി ടിപ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു കഴുത്ത് എങ്ങനെയാണ് ബാക്ക് പീസ് വെക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്ക് ഇതാ 3 ഇഞ്ച് വൈഡാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വൈഡും വേണ്ട നമ്മളവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 6 ഇഞ്ച് ഇറക്കത്തിലാണ് ബാക്ക് കഴുത്ത് വരച്ചിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവ് നമ്മൾ വെട്ടിയെടുക്കുക. അപ്പോൾ ലൈനിങ് ചേർത്ത് അടിച്ചതിന് ശേഷമാണ് വെട്ടിയെടുക്കുന്നത് കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ നമുക്ക് ലൈനിങ് പിടിപ്പിക്കാൻ സുഖമായിരിക്കും. ലൈനിങ്ങോട് കൂടി അടിച്ച് മറച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുത്ത് വിട്ടുപോരും. ഉപയോഗിക്കുന്നവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്ക് പീസിനുള്ള നമുക്ക് വെച്ച് മറയ്ക്കാനുള്ള പീസ് വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കഴുത്തിന് എപ്പോഴും നല്ല ഉറപ്പോട് കൂടി കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ചുരിദാറിനൊക്കെ നല്ല തയ്യക്കൂലിയല്ലേ. അപ്പോൾ അവർക്ക് അടിച്ച് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ട് വെച്ചാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി ചെയ്ത് കൊടുത്താലേ നമുക്ക് വർക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെ പീസ് വെട്ടിയെടുത്തത് ഇതുപോലെ കണ്ടോ. നമുക്ക് തുമ്പ് ഭാഗം ഒന്ന് മടക്കി ഒറ്റ മടക്കിലൊന്ന് മടക്കി അടിക്കുക. അങ്ങനെ മടക്കി അടിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുത്ത് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങും ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ അടിച്ച് മറിച്ചിട്ടുണ്ടെങ്കിൽ എത്രയായാലും ആ ഒരു ഭംഗി കിട്ടില്ല ചെയ്യാൻ. ഞാനങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല, എപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. പിന്നെ നമുക്കിതിൽ ഒന്ന് പതിച്ചടിക്കുക. നമുക്കിതുപോലെ തുമ്പിനെ പുറത്തേക്ക് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഉറപ്പും കിട്ടും. പിന്നെ നമുക്ക് കഴുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മറയ്ക്കാനും സുഖമാണ് ഈ ഒരു പതിച്ചടി കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പീസ് ഇതിലേക്ക് വെക്കുക. തുമ്പ് പീസിനെ മറ്റേ ഫ്രണ്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് മടക്കി വെക്കുക. കറക്റ്റാക്കി വെച്ചതിന് ശേഷം അടിക്കുമ്പോൾ നമുക്ക് മടക്കി പിടിച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ വെച്ചതിന് ശേഷം അത് മടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കഴുത്ത് ഷോൾഡർ ഭാഗം മറിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. പിന്നെ എപ്പോഴും നമ്മൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് തുമ്പ് പോയി നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കൈത്തുന്ന് തുന്നണമെങ്കിൽ അങ്ങനെ തുന്നും ചെയ്യാം. മെഷീനിൽ വെച്ച് അടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. അപ്പോൾ കൈത്തുന്ന് തുന്നാണ് ഞാൻ ചെയ്യാറ്. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം. വീണ്ടും വരാം. ബായ്.